ഗായ്സ് നമ്മളിനി അടുത്ത് പോകുന്നത് ബീച്ചിലോട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു മുടുക്ക് വഴി കൂടെ പോവാണ് നമ്മൾ. പക്ഷെ ആ വഴി ഇവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പോയി നോക്കാം ഗായ്സ് നമുക്ക് ഈ വഴി കൂടെ വേണം ബീച്ചിലോട്ട് പോകാൻ കേട്ടോ. ഇതൊരു ഷോർട്ട് കട്ടാണ് ബീച്ചിലോട്ട് പോകാൻ. അല്ലാണ്ട് നമ്മൾ പോകുന്നെങ്കിൽ ഒരു 23 മിനിറ്റ്സ് ആവും. അപ്പോൾ ഈ ഷോർട്ട് കട്ടിൽ കൂടെ പോകാൻ പറ്റുമെന്നാണ് ഇവിടെ ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. നമുക്ക് എന്തായാലും പോയി നോക്കാം എങ്ങനെയാണെന്ന്. ഗൈസ് അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ കടലിൻ്റെ ഈ തിര വന്നടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം. ഈ വഴി കൂടെയാണ് ഗൈസ്. നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി നോക്കാം. ഗൈസ് നമ്മളിവിടെ ഒരു സ്ഥലത്തെത്തി. ഇനി ഇതുവഴിയാണ് പോവാൻ. നോക്കട്ട് പറ്റുമോ എന്നൊക്കെ. ഓക്കെ, ബീച്ചിലോട്ടുള്ള എൻട്രൻസ് നമ്മൾ കണ്ടുപിടിച്ച്. ഇവിടെ ഒരു പാലം കണ്ട് ഗൈസ്. ഈ പാലത്തിലൂടെ നമുക്ക് പോവാം. ഗൈസ് ഒരു എസ്തറ്റിക് ബിൽഡിംഗ് കണ്ട ഗൈസ്. നമ്മളിതാ ഈ പാലത്തിൽ കൂടെയാണ് വന്നത് ഗൈസ്. അങ്ങനെ ബീച്ചിലോട്ട് എൻ്ററായി ഗൈസ്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. അങ്ങനെ ഫൈനലി ബീച്ചിലെത്തി. നമുക്കിനി ബീച്ചിലോട്ട് പോകണോ അങ്ങ് പോകണം ഗൈസ്. നമ്മളിതാ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു ഗൈസ്. അങ്ങനെ കടലിലെത്തി ഗൈസ്. കടലിന്ന് ഗൈസ് ഗൈസ് അങ്ങനെ കാസർഗോഡ് എത്തി ഗൈസ്. ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണേ. സൺഡേ ആയതുകൊണ്ട് തന്നെ മിക്ക ഷോപ്പുകളും ക്ലോസ് ആയിരുന്നേ. അങ്ങനെ ഒരു കടയിൽ കയറി ഫെലൂഡ ഓർഡർ ചെയ്തേ ഗൈസ്. പക്ഷേ ഇതൊരു വഹയ്ക്ക് കൊള്ളൂലായിരുന്നു. അങ്ങനെ അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി വേറൊരു കടയിൽ കയറി അവിടെ നിന്ന് പൊറോട്ടയും ചില്ലി ചിക്കനും കഴിച്ച് ഗൈസ്. എന്നിട്ട് തിരിച്ച് പോവാണ് ഗൈസ്. ഇനി ബസ് സ്റ്റാൻഡിലോട്ട് നടന്ന് അവിടെ നിന്ന് ബസ് കയറി വേണം തിരിച്ച് പോവാൻ.